ആങ്കറിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. എന്ത് സംഭവം? ഇനി 5 രാപ്പലുകൾ ക്ഷമിക്കണം. ഇനി 5 രാപ്പകലുകൾ കാറ്റിന്റെ കുളിർമയിൽ കലയുടെ വർണ്ണനിലാവ് പെയ്തിറങ്ങും. നിന്റെ പിന്നെ കണ്ടോളാം. പോസ്റ്റർ ഡിസൈനിങ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ എസ്തെറ്റിക് കുഞ്ഞമ്മ ആ പേര് എവിടെന്ന് കിട്ടി? ഒരു അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അടി 2 ദിവസം കൊണ്ട് നീ 18 പ്രാവശ്യം ക്വർക്കി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാ. നമ്മുടെ പടം വർക്കിയാണ്. 19 ഇതൊരു ജോക്ക് എഴുതി വെക്കുന്ന ഒരാളാണ്. സെറ്റിലൊക്കെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും അറിയാണ്ട് ഇഷ്ടംപോലെ പാരഗ്രാഫ് കണക്കിന് നടപ്പുണ്ട്. എടാ ഇവന്റെ ജോക്കൊക്കെ വീഡിയോ ഒക്കെ അക്കൗണ്ട് അടിച്ചു. കൊഞ്ചി വന്നണയുമി തെന്നലിൻ മുന്നിലായി നാണം കുന്നുന്ന പൊന്നെ, നിലാവിളക്കുകൾ തെളിഞ്ഞൊരീ മാനം, നിന്റെ മുഖം കണ്ടു കൊതിച്ചു പോയി മുഖം, നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും. ഹലോ ഹായ് എവ്രിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശില്പ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് പടക്കളം എന്ന ഒരു അഡാർ മൂവിയുടെ വിശേഷങ്ങളുമായി ടീമാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കൂട്ടത്തിൽ ആരാ ഏറ്റവും നന്നായി പാടുന്നേ? ഇങ്ങനെയൊക്കെ കൈപോയിട്ടുണ്ട്. അപ്പൊ ആരായാലും ഒരു അടിപൊളി പാട്ടോടെ നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അരുൺ പ്രദീപ് മ്യൂസിക്. പാസ്പോർട്ട് പേര്. ആഗിരാ ആസ്മാ ദിൽ ഗവാഹ് ഹൈ, साथ तू ना सही दिल जवा है, कागज के पन्नों पे मैं लिख दूं तेरा नाम, लकीरों में ही रहता है अनजान, मैं तेरा तू मेरी, धीरे धीरे से खो गए, धीरे से खो गए, कहीं तू मेरी, धीरे धीरे से खो गए, धीरे से खो गए, ओ ओ ओ കൊള്ളായിരുന്നേ. കൂടെ പാടാന്ന് പറഞ്ഞു, പക്ഷെ ആരും പാടിയില്ല. പാട്ട് അറിയാത്തോണ്ടാണോ? എല്ലാം പാടട്ടെ. നന്നായി പാടുന്ന. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് പടക്കളത്തിലേക്കുള്ള പ്രവേശനം? മനോഹരമായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞൊതുക്കി, മനോഹരമായിരുന്നു. അതെ, ഭയങ്കര രസമുള്ളൊരു പ്രവേശനമാണോ ഉദ്ദേശിച്ചത്? മൊത്തത്തിൽ കഥയും സിനിമയും ഓക്കെ, അത് മൊത്തത്തിലൊരു കോളേജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര രസമായിട്ടൊരു ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ പോലെ പോയി ഇന്ന് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ്. 58 ദിവസത്തോളം ഉണ്ടായിരുന്നു മൊത്തം. അപ്പോൾ അവിടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിൽ നമ്മൾ താമസിച്ചു. ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഭയങ്കര കോമിക്കൽ ഒരു ഫാന്റസി പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പം അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു ഫൺ പരിപാടി. ഓക്കെ, സുരാജേട്ടനോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സുരാജേട്ടൻ, നമ്മള് പല കോമഡികളും ഇപ്പോഴും ഓർത്തിരിക്കുന്ന സുരാജേട്ടന്റെ ഓരോ ഡയലോഗുകളും ഓരോ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി വരുന്നേക്ക് അതാണ്. അത്ര രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ലെജൻഡ്. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോഴാണെങ്കിലും സുരാജേട്ടൻ മറ്റു സെറ്റുകളിലെ കഥ, പണ്ട് നടന്ന ഓരോ കഥകളും, നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പുള്ളി ചെയ്ത കാര്യങ്ങളും, അങ്ങനെയൊക്കെ കുറെ കഥ ഇങ്ങനെ. അപ്പൊ ആ കഥ കേൾക്കാൻ വേണ്ടി നമ്മള് കട്ടുവിളിച്ച ഉടനെ സുരാജേട്ടനായിട്ട് പോയി പുറത്ത് ചെയറൊക്കെ ഇട്ടിരുന്ന് ചുറ്റിരുന്ന് പുള്ളിയുടെ കഥ കേൾക്കാൻ ഭയങ്കര രസം. നമ്മൾ എന്നിട്ട് എപ്പോഴും അത് തന്നെ മെയിൻ പരിപാടി. പിന്നെ അഭിനയിക്കുമ്പോഴാണെങ്കിലും സുരാജേട്ടന്റെ ഭാഗം കുറെ ടിപ്സും നമുക്ക് വേണ്ട നമ്മുടെ സീനിൽ നമ്മളെയും ഹെൽപ്പ് ഔട്ട് ചെയ്തുകൊണ്ടാണ് സുരാജേട്ടൻ അഭിനയിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പഠിക്കാൻ പറ്റി സുരാജേട്ടൻ്റെ. ഓക്കെ, എന്തായിരുന്നു സിനിമയെ കുറിച്ച് പറയാനുള്ളത്? എന്താ മൊത്തത്തിൽ വൈബായിരുന്നു. ഓഫ് സ്ക്രീനും അവിടെ മനോഹരം, ഇവിടെ വൈബായിരുന്നു. മൊത്തം ഇന്റർവ്യൂ കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് 58 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തത്. മൊത്തത്തിൽ ഒരു കളർഫുൾ പരിപാടിയായിരുന്നു. മൊത്തത്തിൽ നമുക്കും ഒരു ഫാന്റസി പടം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ ഡിഫറെന്റ് ഷോട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, VFX ചെയ്യാനുള്ളതും. അതൊക്കെ എനിക്കും പുതിയ അനുഭവങ്ങളായിരുന്നു. മൊത്തത്തിൽ വൈബായിരുന്നു. നമ്മള് ഗ്യാങ് കാര്യങ്ങൾ കുറച്ച് വിയേർഡായിരുന്നു, പക്ഷെ പടം മൊത്തത്തില് വൈബായിരുന്നു. ഈ ഒരു ഗ്യാങ്ങിനെ ഓഡിയൻസ് ഏറ്റെടുക്കില്ലേ? സെറ്റല്ലേ?
പിന്നെ എടുക്കേണ്ടതാണ്. പവറായിരുന്നു. എന്തോ പറഞ്ഞു, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അല്ല, ഇതിപ്പോ ഇവര് രണ്ടുപേരും പറഞ്ഞത് സംസിറ്റ് അപ്പ് കോളേജ് പശ്ചാത്തലത്തിൽ ചെയ്യുന്നൊരു സിനിമയായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചത്, ടെക്നീഷ്യൻസും കാസ്റ്റും നമ്മളെല്ലാവരും ഹോസ്റ്റൽ പോലെ നിന്ന് അമൽ ജ്യോതി എന്ന് പറഞ്ഞൊരു കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെ രാവിലെ നമ്മളെല്ലാവരും പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചൊരേ സ്ഥലത്ത് വരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ കുടുംബം പോലെ ഈ പറഞ്ഞ 58 ദിവസം എല്ലാവരും ഒരു ഫാമിലി പോലെ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കോളേജ് പിള്ളേരൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു. അവിടെ കോളേജ് ആക്ച്വലി അപ്പൊ ഫംഗ്ഷനിങ് ആയിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു. കോളേജും ഭയങ്കര രസമുള്ള നല്ല നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല രസമുള്ള ആംബിയൻസ് ഉള്ള കോളേജാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളും നല്ല രസമായിരുന്നു മൊത്തത്തില്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിലിമില് മൊത്തത്തിൽ. അതെന്ത് പറ്റിയതാ? ഇന്റൻഷണൽ ബ്രേക്ക് ഒന്നും അല്ല, തീരുമാനിച്ച് ബ്രേക്ക് എടുക്കാൻ മാത്രം അത്രയും സീരിയസ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഇന്റൻഷണൽ ബ്രേക്ക് ആയിരുന്നില്ല. പറഞ്ഞ വരുന്ന നല്ല സിനിമകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. ഇനി ഫ്യൂച്ചർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇല്ല, പടക്കളമാണ് ഇപ്പോൾ ഉള്ള റിലീസ്. അത് കഴിഞ്ഞിട്ടൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. മാർക്കോയ്ക്ക് ശേഷം വരുന്ന ഫിലിമാണ്. മാർക്കോയില് അത്രയും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര എന്താ പറയാ വയലൻസ്, അങ്ങനത്തെ ഒരു മൂവി ആയിരുന്നു. അതിനുശേഷം ഇത്രയും ഫണ്ണായിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മാർക്കോടെ ഒരു ജോണർ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പടക്കളം. അപ്പോൾ ഒരു ആക്ടറുള്ള മീൻസ് ആസ് എൻ ആക്ടർ നമ്മൾ വേറെ ക്യാരക്ടേഴ്സ് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ഒരു പടത്തിൽ എല്ലാവരും ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇവരുടെ കൂടെ വൈബ് ചെയ്യാൻ കിട്ടി. ഫണ്ണാണ്, സെറ്റ് മൊത്തം ഫുൾ ഫണ്ണായിരുന്നു. സോ അതാണ്. വയലൻസ് ആണോ ഹ്യൂമർ ആണോ കുറച്ചുകൂടെ കണക്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? അങ്ങനൊന്നുമില്ല. മീൻസ് സിനിമ ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. വയലൻസ് ആണെങ്കിലും ഫണ്ണാണെങ്കിലും ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കോമഡിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവും, അത് ഡെഫിനറ്റ്ലി ഒരു ഗ്യാരണ്ടിയാണ്. എന്നാലും നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവില്ലേ, ഇതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്? അങ്ങനെ തോന്നിയിട്ടില്ല? ഇല്ല, അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. കുറച്ചുകൂടി പടങ്ങൾ ചെയ്തിട്ട് കുറച്ചുകൂടി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു എൻ്റെ സ്ട്രെങ്സും വീക്ക്നെസ്സസ് എന്താണെന്ന് മനസ്സിലാവുക. അപ്പോൾ നിലവിൽ എല്ലാം ട്രൈ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക, ക്യാരക്ടേഴ്സ് വേറെ ക്യാരക്ടേഴ്സിന് പിടിക്കുക, അതാണ്. മാർക്കോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാ രീതിയിലും. മീൻസ് ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും. ഇപ്പോൾ സിനിമ ഫാൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് പുതിയൊരു ജോണർ, പുതിയൊരു നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ഫാമിലിയിലെ. ഓക്കെ ബ്രോ, എങ്ങനെയായിരുന്നു ഈ പടക്കളത്തിലേക്ക് എത്തിയത്? ഡയറക്റ്റ് മനു തന്നെ വിളിക്കുമായിരുന്നു. അതായത് മനു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ. മറ്റേ ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിനകത്ത് അതിനകത്തൊരു ഞാൻ ഒരു യൂട്യൂബ് വീഡിയോസിനകത്ത് ഇതുപോലൊരു സംസാരിക്കുന്ന ഒരു സ്റ്റൈൽ മാനേഴ്സും ഒക്കെ ഉണ്ടല്ലോ. മനു നേരത്തെ പോലെ ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. മനു ആ ടൈപ്പ് ഒരു ക്യാരക്ടറിനെ തന്നെയായിരുന്നു മൂവിക്കകത്ത് എഴുതിയിരുന്നത്. റംസാദ് എന്നാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ഞങ്ങൾ 4 പേരിൽ ഒരുത്തനാണ്, അവന് ഇച്ചിരി ഒരു അരപ്പിരിയ ഒരുത്തനാണ്. ഈ 4 പേരില് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, എല്ലാത്തിനും തെറിച്ചിരിക്കുന്ന കോമിക് ആനിമെ പ്രാന്തൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ മനു പർപ്പസ്ഫുള്ളി അങ്ങനെ നോക്കിയാണ് വിളിച്ചത്. വിളിച്ചപ്പോ തന്നെ യെസ് പറഞ്ഞു. പിന്നെ ഫ്രൈഡേയുടെ കൂടെ മൂവി ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറെ നല്ല മൂവീസ് ഹോപ്പും കാര്യങ്ങളും ഉണ്ട്. അവരുടെ ബാനറിലാന്ന് പറയുമ്പോ തന്നെ നമുക്കും ഒരു എക്സ്പെക്ടേഷൻ. അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? പിന്നെ ഈ ഡബൊക്കെ ചെയ്ത് കണ്ടു നമുക്കങ്ങ് ഇപ്പൊ ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല. അത് സിനിമ ചെയ്ത ആൾക്കാരോട് സെറ്റല്ലേ നല്ലല്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്ക് തോന്നി നമുക്ക് ഇരുന്ന് വാഗ്ദാനം ചെയ്യാനല്ലേ. എല്ലാ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ എല്ലാ സിനിമയും എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ബെസ്റ്റ് ആയിരിക്കും. ഏത് സീൻ, ഒരു ഷോർട്ട് ആണെങ്കിലും സീനാണെങ്കിലും രസിപ്പിക്കാൻ വേണ്ടി അവരെ കൊണ്ടാവുന്ന അത്രയും നന്നായിട്ട് ചെയ്യുന്ന. അത് റിസീവല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടോട്ടലി പ്രേക്ഷകരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വർക്ക് ആവുന്നു അല്ലെങ്കിൽ നന്നാവും, നമ്മളെ രസിപ്പിക്കാൻ മാക്സിമം എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി വി ഹാവ് ടു വെയിറ്റ്. അത് ഫസ്റ്റ് ടൈം കാണുന്നൊരു ആൾക്കേ അത് കറക്റ്റ് ജഡ്ജ്മെന്റ് കിട്ടത്തുള്ളൂ. നമുക്കിപ്പം സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഓക്കെ നല്ല ഹ്യൂമറാണ്, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു, ഫസ്റ്റ് അത് കണ്ടു, പിന്നെ നമ്മൾ പിന്നെ ഡബിന്റെ സമയത്ത് പിന്നെ കാണുന്നുണ്ട്. കണ്ട് അവസാനം ഇപ്പൊ ഓക്കെ ഇത് വർക്ക്ഔട്ട് ആവുന്ന കോമഡിയാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പുതിയതായിട്ട് കാണുന്നതൊക്കെ പറയാൻ പറ്റില്ല.
സ്ക്രിപ്റ്റ് വായിച്ച ടൈമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആണ്. അതായത് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും എന്താ അങ്ങനെ എല്ലാവരും കഴിഞ്ഞ ഇന്റർവ്യൂവിലും ഇത് തന്നെ ഉണ്ടായിരുന്നു, വായിച്ചപ്പോൾ കൺഫ്യൂഷൻസ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അങ്ങനെ. എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റ് ആയിട്ടും ഈവൻ പ്രൊഡക്ഷൻ ആയിട്ട് പോലും പല പല സെറ്റിങ്സ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് വിത്ത് സ്ക്രിപ്റ്റ്. ഭയങ്കര രസമുള്ള പുതുമയുള്ള ഒരു കണ്ടന്റ് ആണ് മനു സ്വരാജ് ഇതിന്റെ ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടറാണ് പുള്ളി. ഭയങ്കര രസമുള്ള ഒരു കണ്ടന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം വൈ ദ കൺഫ്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ ക്യാരക്ടേഴ്സും ഒരു എലിമെന്റ്, ഈ സർപ്രൈസ് എലിമെന്റും നമ്മളിടയിൽ ഇതിന്റെ പ്രൊമോഷൻ വീഡിയോസിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ കൂടുതൽ പറയുന്നില്ല, നല്ലത് കാണുന്നതാണ്. മനു നിതിനൂടെ ഇത് എഴുതി സാധനം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് വിഷ്വലി ഇത് കാണുമ്പോഴത്തേക്ക് എങ്ങനെ ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. സാഫിനൊന്നും വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല കഥ. എനിക്കറിയില്ല, ഷൂട്ട് നടക്കുമ്പോ ഞാൻ ചോദിക്കും ഇതേതാ സീൻ, കാരണം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇത് കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വായിച്ചിട്ടില്ല, കാരണം എനിക്ക് 10 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ ഓരോ ഷൂട്ട് ചെയ്യുന്ന സെക്കൻഡ് ഹാഫ് സാധനങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പുതുമയായിരുന്നു ഭയങ്കര. പക്ഷെ കാണുമ്പോ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എഴുതി ഇപ്പൊ വിഷ്വലായിട്ട് കാണുമ്പോ കുറച്ചും കൂടെ ഈസിയാണ്. അത് എഴുതിയിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് പല രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് വരുന്ന കൺഫ്യൂഷൻസ്. ഷറഫുക്കാടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇവർക്കാണ് കൂടുതൽ കോമ്പിനേഷൻസ് കയ്യിൽ നിന്ന് ഓരോരോ സംഭവങ്ങൾ ഇടും, ഭയങ്കര രസം. അത് ഷറഫുക്കയും സുരാട്ടിനും അത് തന്നെ. അയ്യോ അതല്ല, ഈ സീനിൽ ഓരോ ഡയലോഗ്സ് ഇടുന്നതിന്റെ കാര്യം പറഞ്ഞു. ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് സിനിമയില് നമ്മളെല്ലാവരും ഇഷ്ടമുള്ള കോമഡി നോക്കി കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഓഡിയൻസ് ആണ് കൂടുതലും. പ്രത്യേകിച്ച് അതിന്റെ ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവര് രണ്ടുപേരും ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന. അതേപോലെ കണ്ടു കഴിഞ്ഞാൽ അവരെ വേറൊരാളെ നമുക്ക് പിക്ചർ ചെയ്യാൻ പറ്റൂല. സുരാജ് ചേട്ടൻ ആദ്യം ചെയ്ത വേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. നമ്മുടെ ഒരു ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കും ഇന്ത്യന്റെ ക്യാരക്ടർ അത്രയും പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു മടങ്ങി വരവായിരിക്കുമോ? അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. സിനിമ കണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. പറയാൻ പറ്റില്ല. പറയുന്നതിനേക്കാളും നല്ല ഞങ്ങള് കാണുന്നതന്നെ. പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആയിരിക്കും. ഞാനും പറഞ്ഞു പഴയതാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ വന്നാലും പാടാണ്. കാരണം ഏത് ലെവലിൽ ഇതൊക്കെ ട്രിം ചെയ്ത് വരുമ്പോ ഏതൊക്കെ കാണുമെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഓക്കെ. കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് കരിക്കിൽ 2-3 എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അയ്യല്ല, അത് അതെ സംഭവമാണ്. അല്ല, സംഭവം ഞാൻ കരിക്കിലെ അങ്ങനെ പെർമനന്റ് ആർട്ടിസ്റ്റ് എന്നല്ല. പെർമനന്റ് ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട്. എന്നെ ഇങ്ങനെ പുറത്തുനിന്നൊരു ഇതായിട്ട് എന്നെ ഞാൻ ചാനലിലെ വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് നിഖിലേട്ടൻ, അനുചേട്ടനൊക്കെ നേരത്തെ ജോർജ് റോൾ ചെയ്യുന്ന പുള്ളി ഇങ്ങനെ നേരത്തെ അപ്പം പരിചയമുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ പറഞ്ഞാൽ നിഖിലേട്ടന് നീ വീഡിയോസ് എല്ലാം ഒന്ന് മെയിൽ ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തു. ഒരു ഒഫീഷ്യൽ ഒരു ഫോമൽ ലെറ്റർ പോലെ തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ വിളിച്ചു. 3 എപ്പിസോഡ്സിലുണ്ടായിരുന്നു. അതിങ്ങനെ പുറത്തുനിന്ന് വിളിച്ച ആർട്ടിസ്റ്റായിട്ട് വന്നു, അഭിനയിച്ചിട്ട് പോയി. അങ്ങനെയാണ്. ഇനി വിളിച്ച പിന്നെ ഓക്കെ. ഈ പിള്ളേർക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വെറൈറ്റി സാധനങ്ങൾ എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് ഒരു ഫ്ലോയിൽ വരുന്നത്. ഞാൻ അങ്ങനെ എന്താ പറയുന്നത്, കണ്ടന്റ് ഓക്കെ വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തിരുന്ന് ആലോചിച്ചൊന്നും കിട്ടുന്നില്ല. അത് മറ്റേ ലൂപ്പിലായിട്ട് ടെൻഷനായിട്ട് ഒന്നും കിട്ടുന്നില്ല അവസ്ഥയോ. ഇവൻ ജോക്ക് എഴുതി വെക്കുന്ന ഒരാളാണ്. സെറ്റിലേക്ക് എന്തെങ്കിലും നമ്മളറിയാണ്ട് പറഞ്ഞു. ഇവനൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ പാരഗ്രാഫ് കണക്കിന് നടപ്പുണ്ട്. നോട്ട് ചെയ്യുക, അതാണെന്ന് തോന്നുന്നു എന്റെ മെയിൻ. ഇവന്റെ ജോക്കാ അത്. ഇവന്റെ ജോക്കൊക്കെ വീഡിയോ ഒക്കെ ഫ്ലോപ്പ് എന്നല്ല, അടിച്ചു പോലീസ് പിടിക്കും. അല്ല, ഞാൻ എഴുതിയിരുന്നു നല്ല സാധനമൊക്കെ ആണെങ്കിൽ. എല്ലാവർക്കും കൊറേ പറയാനുണ്ട്. അത്രയ്ക്ക് വലിയ സംഭവമാണ്. ഒരു ബ്രോനെ കുറിച്ച് കേൾക്കാം, പറയും.
എടാ നീ സിനിമയെ കുറിച്ച് പറ. ഇല്ല വിഷയം മാറ്റുന്നുണ്ടാ പറഞ്ഞോ. കൂട്ടത്തിൽ അല്ല, നമുക്ക് ഏറ്റവും സിനിമയെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു. അതെ. നമുക്ക് സെറ്റിലെ ഓഫ് സ്ക്രീൻ അനുഭവങ്ങളായിരുന്നു കൂടുതല്. നമ്മള് കൂടുതൽ സമയം ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഞാന്, അരുണും സന്ദീപും, ഞങ്ങള് 4 പേരായിരുന്നു. നിരഞ്ജന വല്ലപ്പോഴും ഡേറ്റ് പല പല സമയങ്ങളിലായിരുന്നു, ഇഷാനും പല പല സമയങ്ങളിലായിരുന്നു. അപ്പൊ ഫുൾ ടൈം ഈ പറഞ്ഞ 58 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ 58 ദിവസം ഞങ്ങള് ഒരുമിച്ച് ദിവസം കാണും. കാണാന്ന് വിചാരിച്ചാലും എങ്ങനെയൊക്കെ കാണും. അങ്ങനെയായിരുന്നു ഞങ്ങള് സ്റ്റേ ചെയ്യുന്നത് ഇതിന്റെ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ക്വാർട്ടേഴ്സിലാണ്. ഷൂട്ടിന്റെ സമയത്ത് രാവിലെ ഇറങ്ങുക, ലൊക്കേഷനിൽ നടന്നു പോവാ, ഷൂട്ട് ചെയ്ത് സുരാജേട്ടന് നമ്മുടെ ഡയറക്ടർ DOP എല്ലാരും നമ്മള് എല്ലാരും അവിടെ ഈ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഈ കോളേജ് ക്യാമ്പസിന്റെ അകത്ത്. അപ്പൊ കോളേജിൽ പോകുന്ന പോലെ തന്നെ നമ്മള് രാവിലെ റെഡി ആയി അവിടെ നിന്ന് ഇറങ്ങി പോവും, തിരിച്ച് ഓക്കെ. കോളേജ് ലൈഫ് മിസ് ചെയ്തിരുന്നു അവിടെ ഷൂട്ടും കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോ? പഴയ കോളേജ് ലൈഫ് മിസ് ചെയ്യാ ഇല്ലേ? ഞാൻ 3 കോളേജിൽ പഠിച്ചു, ഇനി എന്ത് മിസ് ചെയ്യാൻ? അത് നീ പഠിച്ചിറങ്ങിയിട്ട് കുറച്ചാളല്ലേ ഉള്ളൂ. അതെ, എനിക്ക് നല്ലതായിട്ട് മിസ് ചെയ്തു. കുറേ വർഷങ്ങളായല്ലോ. എറിക്സനൊക്കെ ഉള്ള സമയത്ത് പിന്നെ ക്ലാസ് നടക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് അത്രയും പിള്ളേരെ എല്ലാരും എല്ലാരും കൂടെ കാണുമ്പോ ഭയങ്കര മിസ്സിങ് അടിച്ച്. എന്തായിട്ട് കൂടുതൽ മിസ് ചെയ്ത്? മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നല്ല, അത് ശോകമായിരുന്നു, കണ്ടോ? അല്ല, അല്ലാതെ ഒന്നുകൂടെ അമൽ ജ്യോതി വിട്ടു വന്നപ്പോ ഇവന് ആരൊക്കെ മിസ് ചെയ്യണ്ടായി അവിടുന്ന്? ക്യാൻറ്റീനിലെ ചേട്ടൻ, പപ്സ് ക്യാൻറ്റീനിലെ ചേട്ടൻ നല്ല ഞാൻ വേറെ ആരേനൊക്കെ പ്രതീക്ഷിച്ച്. ആദ്യമായിട്ട് പക്ഷെ തുടർച്ചയായിട്ട് 50 ദിവസം കോളേജിൽ പോകുന്നത് അങ്ങനെ ലീവ് ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും അറ്റൻഡൻസ് നമ്മള് കറക്റ്റ് കിട്ടിയത്. അവർക്ക് യൂണിഫോമും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ അവരിൽ ഒരാളായി. അങ്ങനെയായിരുന്നു. ഡെയിലി നമുക്ക് ബാഗും ID കാർഡും നമുക്ക് കറക്റ്റ് അറിയാം എവിടെ നിന്ന് ഭക്ഷണം എടുക്കണം, എവിടെ പോയാ ഇത് കിട്ടുമോ എല്ലാം അറിയാം. അത്രയും സെറ്റ് ആയി ആ കോളേജുമായിട്ട്. ഓക്കെ. പോസ്റ്റർ ഡിസൈനിങ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ എസ്തെറ്റിക് കുഞ്ഞമ്മ ആ ഒരു പേര് എന്നാ ഞാനിനി അത് പറയുന്നില്ല. കിട്ടി അത് ഇങ്ങനെ എനിക്ക് ആ വാക്ക് 2 വാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കമ്പൈൻ ചെയ്തപ്പോ ദേശി ഇന്റർനാഷണൽ പരിപാടി പിടിച്ചതാണ്. ഓ, അതാണ് ഒരു കുർക്കി പരിപാടി. ഇനി തെറ്റിപ്പോവും, മനുഷ്യനല്ലേ, മനുഷ്യരാകുമ്പോ തെറ്റ് പറ്റും. 2 ദിവസം കൊണ്ട് 18 പ്രാവശ്യം ക്വർക്കി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പടം കുർക്കിയാണ്. 19 എന്താ അല്ലേ എത്ര പ്രാവശ്യം പറയണ? ഇതൊരു ഫൺ മിക്സ് ആയിട്ട് തോന്നിയോണ്ടിട്ട് ഇട്ടൊരു പേരാണ്, രസമായിട്ട് തോന്നിയത്. ആ പേര് എല്ലാവരും ചെയ്യായല്ലോ. അല്ല, ഇവ ക്വർക്കിന്ന് കൊറേ പടം കുർക്കിയാണ്. ഈ ക്വർക്കിയുടെ വേറെ വിഷയം ബേബി. ക്വർക്കിയുടെ പകരം അപ്പൊ ആ പേരിടാൻ കാരണം അതാണ്. ഏത് പേര്? കാരണമൊന്നും കേട്ടില്ല. ക്വർക്കിയാണ് അതല്ലേ കാരണം? കാരണം എന്താ പറഞ്ഞേ? അതല്ല ക്വർക്കിയാണ് പറഞ്ഞു അവസാനല്ലേ ഇവൻ എന്ത് പറഞ്ഞാലും ക്വർക്കി. എങ്ങനെയുണ്ട് മൂടൊക്കെ ക്വർക്കിയായിട്ടിരിക്കും. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതല്ല, നമ്മുടെ പടത്തിന്റെ ഒരു ടോണാലിറ്റി ഒക്കെ അങ്ങനെയാണെന്ന് എങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണത്. എന്നുവെച്ചാൽ ഫണ്ണാണ്, ഇച്ചിരി ഓവർ ദ ടോപ്പ് സാധനങ്ങളാണ്. ആൾക്കാർക്ക് കാണുമ്പോ ആഹാ എന്ന് തോന്നുന്നൊരു സാധനമാണ്. അതാണ് ആ വാക്ക്. ഏത് വാക്ക്? പോസ്റ്റർ ഡിസൈനിങ് ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞൂടാ. ആക്ടിംഗ് ആണ് എനിക്ക് 3ാം ക്ലാസ് തൊട്ട് ആക്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ആക്ടിംഗ് ആണ് എപ്പോഴും ഫസ്റ്റ് എന്റെ സാധനം. അതിന് പോസ്റ്റർ നല്ല ചെയ്യണം. ഇവന് ടീമിനെ ചെയ്യിപ്പിക്കണോ? അല്ല, എന്റെ ടീമിന് ഞാനില്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു സംവിധായകന് പടം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ക്യാമറമാൻ വേണം, ആക്ടേഴ്സ് വേണം. ഇല്ല, APR ഉണ്ടല്ലോ. അതൊരു ടീം ഇല്ല. അതാ പറഞ്ഞ നമ്മളൊരു ടീം എഫേർട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ തന്നെയാണ് ഹെഡ്. ഇവൻ പറഞ്ഞ അനുസരിച്ചാണ് വർക്ക് പോണത്. അല്ലേ? അതെ അതെ, വർക്ക്സ് ആണ്. ഒരു പുതിയ പേരൊക്കെ വീട് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഈ കോണ്ടന്റ് ഒക്കെ എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ കാരണം എന്താ? ഇടയ്ക്ക് 1-2 ഫ്രെയിമിൽ കണ്ടായിരുന്നു, പിന്നെ തീരെ കാണിച്ചില്ല. അല്ല, ഞാൻ എഴുതുന്ന ക്യാരക്ടേഴ്സ് മൊത്തം എന്താ പറഞ്ഞ ഈ ഒരുമാതിരി തലവർച്ച ടൈപ്പ് സാധനങ്ങളാണ് എഴുതുന്ന മൊത്തം എല്ലാ ക്യാരക്ടേഴ്സും. അപ്പൊ അവൾ അത്രയും അങ്ങ് എന്താ പറഞ്ഞ അത്രയും ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാ ഇടയ്ക്ക് പറ്റുന്നിടത്തൊക്കെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെല്ലാം അവളെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് പരിപാടി. അത്
വേറെ എനിക്ക് ഒറ്റയ്ക്ക് confusions ഒന്നുമില്ല, deal ചെയ്യാൻ പറ്റും. വേറൊരാളുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കേണ്ട കാര്യമില്ല. ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഡോർ അടച്ചിരുന്ന് ഞാനും ഫോണും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അയ്യോ നല്ല effort ആണ്. ഓക്കെ പെട്ടെന്ന് ഷൂട്ട് തീരും. സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ ഓരോ ക്യാരക്ടേഴ്സും പറയേണ്ട ഡയലോഗ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കോസ്റ്റ്യൂമിൽ ഒരു ക്യാരക്ടറിനെ ഫുൾ വീഡിയോ എടുക്കും, അടുത്ത കോസ്റ്റ്യൂമിൽ അങ്ങനെ പിന്നെ പെട്ടെന്ന് എഡിറ്റ് 2 ദിവസം എഡിറ്റും എല്ലാം എടുക്കും. രാവിലെ കയറി രാത്രി ഇറങ്ങുള്ളൂ. വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോ കണ്ടന്റ് ക്രിയേഷൻ ഇല്ലില്ല. മതിന്ന് പാവം. ഓക്കെ, വാഴ 2ന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്താ? വാഴ 2 ഞാൻ എന്താ അറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഷൂട്ട് നടക്കണ്ട്. പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഉറപ്പ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറഞ്ഞത്രേ ഉള്ളൂ. ആങ്കറിന്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. എന്ത് സംഭവം? ഏത് വീഡിയോ? ഇല്ല, എന്താ സംഭവം? അങ്ങനെ എന്തൊരു വീഡിയോ, ഒരു വാർത്ത വായിക്കണ പരിപാടി. ഏതാ? കണ്ടോ? കണ്ടാണ് നിനക്കുള്ളത് കിട്ടിയത്. നിക്ക് ഞാൻ പറയാം. ഇനി ഞാൻ തെറ്റിക്കാം. അതായിരുന്നു ഇത് കണ്ട വീഡിയോ കണ്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. already എനിക്ക് അവിടെ നിന്ന് ആരോ കുത്തിപ്പൊക്കിയതാ. നിന്നെ പിന്നെ കണ്ടോളാം. അപ്പൊ നമ്മുടെ മൊത്തത്തിൽ ഒരു മോഡുണ്ട്. അപമാനിച്ചല്ലേ. ഓക്കെ, മൊത്തത്തിലുള്ള വിശേഷം പടക്കളമാണ്. ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിലൊരു ഡയലോഗ് ഉണ്ട്, സാർ ഇപ്പോ കോളേജ് ഭരിക്കും, അത് കഴിഞ്ഞ് കേരളം ഭരിക്കും, ഇന്ത്യ ഭരിക്കും, ലൈക്ക് അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അത് ഇൻവിസിബിൾ ആവുന്ന രസമുള്ള പരിപാടിയാണ്. നമ്മള് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ രസമല്ല. നമ്മൾ ആക്ച്വലി നമ്മളെ കുറിച്ച് ആൾക്കാർ പറയുന്ന കാര്യങ്ങള്, നമ്മളുടെ മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഇരിക്കുമ്പോ പറയുന്നതൊക്കെ നമുക്ക് ഇറ്റ്സ് എൻ ആക്സിസ് അല്ലേ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക്. രസമായിരിക്കും. അപ്പോ അങ്ങനെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുക? അങ്ങനെ ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടും. എനിക്ക് ടെലിപ്പോർട്ടേഷൻ, എപ്പോ വേണമെങ്കിലും എവിടെയെങ്കിലും പോവാം. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനത്തെ ഒരു സൂപ്പർ പവർ. ഓക്കെ, എന്തായിരിക്കും വെറൈറ്റി ആയിട്ടുള്ള? ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു സാധനം. കൊറേ കാലം മരിക്കാതിരിക്കണം എന്നാണോ? പിന്നെന്താ ഉദ്ദേശിച്ച്? ഒരു 100-100 വർഷമൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഇരുന്ന ബാക്കിയെല്ലാം നമുക്ക് അച്ചീവബിൾ ആണെന്നാണ് എനിക്ക് വിശ്വസിക്കാം. ഒരു 200 വർഷം ഹെൽത്തി ആയിട്ടിരിക്കുക. അത്രയും വേണ്ട, ഒരു 100 വർഷം. ഇപ്പൊ നമ്മള് ചിലപ്പോ 100 വർഷം വരെയൊക്കെ ജീവിക്കുമായിരിക്കും. പക്ഷെ ഒരു 60 കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഹെൽത്തിയാന്ന് പറയാൻ പറ്റൂലല്ലോ. ഉള്ള സമയം ഹെൽത്തി ആയിട്ടിരിക്കുക. അത് കൊള്ളാം. എനിക്ക് ഈ മൈൻഡ് റീഡിങ് ഒക്കെ ഞങ്ങള് രണ്ടാളും മൈൻഡ് റീഡിങ്. അത് നല്ല ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതന്നെ മൈൻഡ് റീഡിങ് തന്നെ ആയിരിക്കും. ഫ്രഷായിട്ട് പറയാൻ വെച്ചിരുന്നു. ഇപ്പഴാലോചിച്ചു. ഈ സെറ്റിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇവന് ഒരു ദിവസം വയ്യാണ്ടായ ഒരു സീൻ ഉണ്ടായിരുന്നു. ഒരു ദിവസമല്ല, AP ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വയ്യാണ്ടായി. അത് നിങ്ങളില്ല. ഓൾമോസ്റ്റ് ഷൂട്ട് തീരാറായ സമയത്തല്ല ലങ് ഇൻഫെക്ഷൻ അടിച്ച് എന്റെ റൂം ഒരു വാർഡ് പോലെയായിരുന്നു. ഇവനൊന്നും റൂമിൽ കയറത്തില്ലായിരുന്നു. റൂമിൽ കയറി പുറത്ത് സുഖമല്ലേ? ആ പോട്ടെ. എന്തോ ഇവനൊന്നും മാരക കിടപ്പല്ലേ ആണ്. അതിന് മുന്നേ സിക്കായതല്ലേ? ആര്? ഇവനാണ്. എല്ലാവർക്കും ഓരോ സമയത്തായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഷൂട്ടിന്. നമ്മളെല്ലാരും ഹെൽത്ത് ഇഷ്യൂസ് വന്നു. വന്നിരുന്നു. നമ്മളെല്ലാരും ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. കാലൊക്കെ മടങ്ങി സീനൊക്കെ ആയിരുന്നു. അതെന്താ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഓടിയ സമയത്ത് ആംഗിൾ ഇതായി. ഈ മൊത്തത്തിൽ കോളേജ് വൈബ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിമാണല്ലോ. നമ്മുടെ മുന്നത്തെ ഒരു ഫിലിം അടികപ്പിയേരിയ കൂട്ടമണി, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പും സംഭവങ്ങളും ആണോ? അല്ല, ബേസിക്കലി മൈൻഡ് ഇപ്പം ട്രെയിലർ കണ്ടിട്ട് തോന്നുന്ന ഇങ്ങനെ ഗസ് ഫ്രഷ് ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ കൂടോത്രം, ബ്ലാക്ക് മാജിക് അങ്ങനത്തെ ഒരു പരിപാടി അല്ല. അല്ല അത് ഇപ്പൊ ആ ഒരു ഡയലോഗില് നമ്മളെല്ലാവരും അതിലോട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യമുള്ളൂ. അത് അങ്ങനെ ഉണ്ടെന്ന് ഫ്രഷ് മൈൻഡ് ആയിട്ട് പോകും. ഒരുപാട് ഇതുപോലെ അതുപോലെ ആലോചിക്കാതെ പോയ രസമായിരിക്കും. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കൂടുതലൊന്നും പറഞ്ഞ് സ്പോയിൽ ചെയ്യില്ല. പക്ഷെ അടികപ്പേര് പോലെ അങ്ങനത്തെ ഒരു ഗ്യാങ് അല്ല നമ്മുടെ. അല്ല,
നമ്മള് കുറച്ച് പഠിപ്പിച്ച പിള്ളേരാണ്, ഓ. കുറച്ച് അങ്ങനെ നമ്മുടെ ഡയറക്ടറും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ക്രിയേറ്റേഴ്സ് രണ്ടുപേരും ഫ്രണ്ട് ബെഞ്ചേഴ്സ് ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ്. അങ്ങനെ രണ്ടുപേരാണ്. എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യനെ. എപ്പോഴും ഈ കോളേജ് സ്റ്റോറീസിൽ ബാക്ക് ബെഞ്ചേഴ്സ് ആണല്ലോ കൂടുതൽ, ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ്. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സിനെ മനുവും നിതിനും ഇതിന്റെ ഡയറക്ടറും റൈറ്ററും ഇവര് രണ്ടുപേരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓ, മനു 9 മണിയാകുമ്പോ ഉറങ്ങും. 8 മണി 9 മണി മാക്സിമം. അതുകൊണ്ട് നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ്. 4:30-5 മണിക്ക് എണീക്കും. അതിനുശേഷം മനുവിനെ ഉണർത്തി വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഭ്രാന്ത് അടിക്കാൻ തുടങ്ങും. ഭയങ്കര ചിട്ടയും പ്രത്യേകതരം ഒരു പേഴ്സണാലിറ്റി ആണ് മനു. ആക്ച്വലി ഭയങ്കര ഓർഗനൈസ്ഡ്, ഭയങ്കര ചിട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഓക്കെ. ഈ ഡാൻസിനോട്ട് എങ്ങനെ ഇത്രയും ക്രേസ് തോന്നി തുടങ്ങി? ചെറുപ്പം തൊട്ടേ ഇൻട്രസ്റ്റഡ് ആണ്? അത് ഈ പറഞ്ഞ പാഷൻ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്കൊരു ഡാൻസ് സ്കൂളുണ്ട്. അപ്പൊ അമ്മ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു. ഭയങ്കര ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അപ്പം ഒരു ലാസ്റ്റ് 15-20 ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഒരു ഓർഗനൈസ്ഡ് ഫോമാറ്റിലേക്ക് ഡാൻസ് ക്ലാസ് വന്നിട്ട്. അപ്പം എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ വീട്ടിൽ വന്ന ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിരുന്നു. സ്കൂളിൽ പോകുന്നത് പോലെയായിരുന്നു എനിക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ലൈഫിന്റെ ഭാഗമായിട്ട് കൂടെ ചേർന്നൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ. അപ്പം മൊത്തത്തിൽ മെയ് 8-നാണ് നമ്മുടെ പടക്കളം റിലീസ് വരുന്നത്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തൊരു സിനിമയാണ്. നമുക്കും പ്രേക്ഷകർക്കും നല്ല ഹോപ്പുണ്ട്. അപ്പോൾ സിനിമ ഭയങ്കര വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയ പോലെ തന്നെ ഒരു പാട്ടും കൂടെ പാടി വൈൻഡപ്പ് ചെയ്യാം. പാടും. നിന്നിളം വിരൽ തലോടലിൽ വിരിഞ്ഞ ചന്തം എൻ മുളം കുഴൽ സ്വരങ്ങളായി നിറഞ്ഞുവെന്ന് നീ അണഞ്ഞൊരിടങ്ങളിൽ പൊൻവസന്തം മണിമുകിലേ നിൻ കരളിലെ മോഹം മഴമുകൾ പോലെ പെയ്യുന്നേരം പതിവുകളായ കനവുകളെല്ലാം ഒഴുകി വരും നേരം നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറന്നു ഞാൻ നിറങ്ങൾ നീരാടും കനവായിരം നെയ്തു ഞാൻ നെഞ്ചിലെ പൂമണിക്കൂട്ടിൽ നന്ദുണി മീട്ടും പെണ്ണെ കൊഞ്ചി വന്നടയും ഈ തെന്നലിൻ മുന്നിലായി നാണം കുങ്ങുന്ന പൊന്നെ നിലാവിളക്കുകൾ തെളിഞ്ഞൊരീ മാനം നിന്റെ മുഖം കണ്ട് കൊതിച്ചു പോയി മുഖം നിനക്കിരിക്കുവാനൊരുങ്ങി എന്നുള്ളം ഇനിയെന്നും. അടിപൊളിയായിട്ടുണ്ട്.